Where do birds build their nest? പക്ഷികൾ എവിടെയൊക്കെയാണ് കൂടുണ്ടാക്കുന്നത്? ഇൻ ഹോളോസ്, മരപ്പൊത്തുകൾ, ഇൻ ദ ബ്രാഞ്ചസ് ഓഫ് ട്രീ ട്രങ്ക്സ്, ഇൻ ബിൽഡിംഗ്സ്, ബുഷസ്, ഗ്രാസ്ലാൻഡ്സ്, ഗ്രൗണ്ട് നെസ്റ്റ്. മരച്ചില്ലകളിൽ കൂടുണ്ടാക്കും, അതുപോലെ തന്നെ മരത്തിന്റെ തടിയില്, കെട്ടിടങ്ങളില്, കുറ്റിക്കാടുകളില്, പുൽമേടുകളില്, തറയില് ഒക്കെയും പക്ഷികൾ കൂടുണ്ടാക്കും. Where does the lapwing bird lays eggs? തിത്തിരിപ്പക്ഷി എവിടെയാണ് മുട്ടയിടുന്നത്? ഇൻ സോയിൽ, മണ്ണിലാണ് മുട്ടയിടുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെസ്റ്റ്. പലതരം പക്ഷികൾ പല രീതിയിലാണ് കൂടുണ്ടാക്കുന്നത്. സം ബേർഡ്സ് ബിൽഡ് ദ നെസ്റ്റ് ഇൻ ദ ഹോളോസ് ഓഫ് ട്രീ ട്രങ്ക്സ്. അതർ ബിൽഡ് ദ നെസ്റ്റ് ഇൻ ഡിഫറെന്റ് വേസ് യൂസിങ് ഫൈബേഴ്സ്, ഗ്രാസ്, ഡ്രൈ ട്വിഗ്സ്, ലീവ്സ്, ക്ലോത്ത്സ്, കോട്ടൺ, ഫെദേഴ്സ് എക്സെട്ര. അതായത് നാരുകൾ, അതുപോലെ തന്നെ പുല്ല്, ഉണങ്ങിയ ചകിരി നാരുകൾ, ഇലകൾ, തുണി, പഞ്ഞി, തൂവലുകൾ, അങ്ങനെ പലതരം വസ്തുക്കൾ കൊണ്ടാണ് ഈ പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. വൈ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? ടു ലേ എഗ്സ്, ടു ഗ്രോ യങ് വൺസ്, ടു റിലാക്സ്, ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. മുട്ടയിടാൻ, കുഞ്ഞുങ്ങളെ വളർത്താൻ, വിശ്രമിക്കാൻ, അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ. മരത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷികൾ പാരറ്റ്, ഹമ്മിങ് ബേർഡ്, ക്രോ, ഈഗിൾസ്, ഔൾ, റോബിൻ, വീവർ ബേർഡ്, വുഡ്പെക്കർ തുടങ്ങി ധാരാളം പക്ഷികൾ മരത്തിൽ കൂടുണ്ടാക്കുന്നു. പക്ഷികളെ പോലെ കുഞ്ഞുങ്ങളെ വളർത്താൻ മാത്രം കൂടുണ്ടാക്കുന്ന മറ്റു ജീവികളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മുതല, തേനീച്ച, ഉറുമ്പ്, പല്ലി. ക്രോ ആൻഡ് കുക്കു, കാക്കയും കുയിലും. ദ കുക്കു ഡസ് നോട്ട് ബിൽഡ് ഇറ്റ്സ് ഓൺ നെസ്റ്റ്. സ്വന്തമായിട്ട് കൂട് കുയിൽ നിർമ്മിക്കുന്നില്ല. ഇറ്റ് യൂസസ് ക്രോസ് നെസ്റ്റ് ടു ലേ ഇറ്റ്സ് എഗ്സ് ആൻഡ് ഹാച്ച് ഇറ്റ്സ് യങ് വൺസ്. കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ വിരിയിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതും. ക്രോ വിൽ സിറ്റ് ഓൺ കുക്കൂസ് എഗ്, തിങ്ക് ഇറ്റ്സ് ഓൺ എഗ്. സ്വന്തം മുട്ടയാണെന്നോർത്ത് കാക്ക അടയിരിക്കും. അവസാനമാണ് അത് യങ് വണ്ണ് കുയിലിൻ്റെ ആണെന്ന് തിരിച്ചറിയുക. അപ്പോഴേക്കത് കൂട് വിട്ട് പോയിട്ടുണ്ടാവും. ഓൾറെഡി പറഞ്ഞതാണ്, അതർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ജസ്റ്റ് ഗോ ടു ഗ്രോ ദെയർ യങ് വൺസ്. കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് മാത്രം കൂടുണ്ടാക്കുന്ന മറ്റു ജീവികൾ, അതായത് പക്ഷികളെ പോലെ. ക്രൊക്കോഡൈൽ, ആൻസ്, ടെർമൈറ്റ്സ്, വാസ്പ്, ബീസ്, റാബിറ്റ്സ്, ടർട്ടിൽ, ലിസാർഡ്. ജീവികൾ പലതരം വസ്തുക്കൾ യൂസ് ചെയ്തിട്ടാണ് കൂടുകൾ ഉണ്ടാക്കുന്നത്. ക്രിയേച്ചേഴ്സ് ആൻഡ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് നെസ്റ്റ്. പേജ് നമ്പർ 138 ആക്ടിവിറ്റിയാണ്. ടെർമൈറ്റ്, ചിതൽ, സോയിൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. വാസ്പ്, കടന്നൽ. വുഡ് പൾപ്പ്, സലൈവ, സോയിൽ. പോട്ടർ വാസ്പ്, വേട്ടാളൻ, സോയിൽ ഉപയോഗിച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത്. ഹണി ബി, തേനീച്ച, മെഴുകുകൊണ്ട്, വാക്സ്. ആൻഡ്, ഉറുമ്പാണെങ്കിൽ സോയിൽ കൊണ്ട് കൂടുണ്ടാക്കും. ലീഫ്, ഇലകൾ ചേർത്തിട്ട് കൂടുണ്ടാക്കും. വുഡ്, തടിയിലും കൂടുണ്ടാക്കും. സ്പൈഡർ ആണെങ്കിൽ നാച്ചുറൽ ഫൈബർ ഫ്രം സ്പൈഡേഴ്സ് ബോഡി, സ്വന്തം ബോഡിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു തരം പ്രകൃതിദത്ത നാരുകൾ യൂസ് ചെയ്തിട്ടാണ് കൂടുണ്ടാക്കുന്നത്, അതായത് വല നെയ്തെടുക്കുന്നത്. കൂടുണ്ടാക്കാൻ ഓരോ ജീവികളും പലതരം വസ്തുക്കൾ യൂസ് ചെയ്യുന്നു. ജീവികളും അവയുടെ കൂടും വരച്ചു ചേർക്കാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി പേജ് നമ്പർ 139 ഇനി മനുഷ്യർക്ക് എന്തിനാണ് വീടുകൾ? സുരക്ഷിതമായി താമസിക്കാൻ, മഴയും വെയിലും കൊള്ളാതിരിക്കാൻ, ഉപദ്രവകാരികളായ ജീവികളിൽ നിന്നും രക്ഷ നേടാൻ, വിശ്രമിക്കാൻ, വൃത്തിയായി ആഹാരം പാചകം ചെയ്യാൻ, വസ്തുക്കൾ സൂക്ഷിക്കാൻ, കുഞ്ഞുങ്ങളെ വളർത്താൻ തുടങ്ങിയ ധാരാളം ആവശ്യങ്ങൾക്കാണ് നമ്മൾ വീട് യൂസ് ചെയ്യുന്നത്. Why do we build houses? For safe living, for keeping us away rain and sunlight, to get protection from animals, to keep household items safely, to relax, to prepare food hygienically. മനുഷ്യർ താമസിക്കാനായിട്ട് പലതരം വീടുകളാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഓരോ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ വ്യത്യസ്തമാണ്. തറയുണ്ട്, ജനൽ, അതുപോലെ തന്നെ ഭിത്തി, മേൽക്കൂര, അങ്ങനെ വീടിന് പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നിരീക്ഷിക്കുക. എന്നിട്ട് പേജ് നമ്പർ 140 ആക്ടിവിറ്റി ചെയ്യുക. ഫസ്റ്റ് വീട് ഭിത്തി ബ്രിക്കും മേൽക്കൂര ഗ്രാസുമാണ്. സെക്കൻഡ് മഡ് ലീഫ്. തേർഡ് ലാട്രൈറ്റ് സ്റ്റോൺ ബ്ലോക്ക് കോൺക്രീറ്റ്. ബ്രിക്ക് റൂഫിംഗ് ടൈൽ. വുഡ് ഷീറ്റ്. സ്റ്റോൺ ഷീറ്റ്. ലാട്രൈറ്റ് സ്റ്റോൺ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ മൺകട്ടയാണ്, മൺകട്ട. Why are different material used to build a house? Different material used for building houses according to the climate and availability. ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് വീട് വെക്കേണ്ടത്. അതുപോലെ തന്നെ വീട് വെക്കുന്ന വസ്തുക്കൾ അവിടെ ലഭ്യമാണെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കൂ. അപ്പോൾ അവൈലബിലിറ്റിയും കൂടി പരിഗണിച്ചിട്ടാണ് മനുഷ്യർ വീട് വെക്കുന്നത്. വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട 4 ജോലികളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ആൾ കല്ല് കെട്ടുകയാണ്, കല്ലുകെട്ട് പണി അല്ലെങ്കിൽ മേസ്തിരിപ്പണി എന്നൊക്കെ പറയും. പിന്നീട് മരപ്പണി,
പെയിന്റിംഗ്, വയറിംഗ്. masonry work, carpentry work, painting, wiring. ഡിഫറെന്റ് ജോബ്സ് റിലേറ്റഡ് വിത്ത് ഹൗസ് കൺസ്ട്രക്ഷൻ. വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ. masonry work, carpentry work, painting, wiring, ഇലക്ട്രീഷ്യൻ, ഗാർഡനിങ്, പ്ലംബിംഗ്, എഞ്ചിനീയറിംഗ്. അങ്ങനെ ധാരാളം ജോലികൾ വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അടുത്ത് പലതരം വീടുകളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലാറ്റ് എന്താണെന്ന് അവിടെ തന്നിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് താമസിക്കാവുന്ന കുറേ നിലകളുള്ള വലിയ കെട്ടിടങ്ങളാണ് ഫ്ലാറ്റുകൾ. അതുപോലെ തന്നെ ഹൗസ് ബിൽറ്റ് ഓൺ പില്ലേഴ്സ്, ഗ്ലാസ് ഹൗസ്. തേർഡ് ഇഗ്ലൂ ആണ്. ഫോർത്ത് 3D പ്രിന്റഡ് ഹൗസ്. ഹൗസ് ബിൽറ്റ് ഓൺ പില്ലേഴ്സ് അതായത് തൂണുകൾ നിർമ്മിക്കുന്ന വീടുകൾ. ഇസ് ബിൽറ്റ് ആസ് എ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫ്ലഡ്സ്. എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നത്. ഇനി സെക്കൻഡ് ഗ്ലാസ് ഹൗസ് ആണ്. ഗ്ലാസ് ഹൗസസ് ആർ ദ മോഡേൺ കൺസ്ട്രക്ഷൻ മെത്തേഡ്. ഒരു പുതിയ രീതിയിലുള്ള ഒരു സംവിധാനമാണ്, വീട് വെക്കുന്ന ഒരു സംവിധാനമാണ് ഗ്ലാസ് ഹൗസുകൾ. ദീസ് ഹൗസസ് ഷൈൻ ഇൻ എനി വെതർ. ഏത് വെതർ കണ്ടീഷനിലും നന്നായിട്ട് തന്നെ അത് ഭംഗിയായിട്ടിരിക്കും. ഇറ്റ് പ്രൊവൈഡ് പീസ്ഫുൾ ലൈഫ് വിത്ത് നേച്ചർ. പ്രകൃതിയോട് അനുയോജ്യമായിട്ടുള്ള, പ്രകൃതിയായിട്ടൊരു ഹാർമണി കാത്തു സൂക്ഷിക്കുന്ന തരം വീടുകളാണ് ഗ്ലാസ് ഹൗസുകൾ. ഇഗ്ലൂ. ഇഗ്ലൂസ് ആർ ഡോം ഷേപ്ഡ് ഹൗസ് ബിൽറ്റ് ബൈ ഇന്യൂട്ട് പീപ്പിൾ യൂസിംഗ് ബ്ലോക്സ് ഓഫ് ഐസ്. ഐസ് കട്ടകൾ കൊണ്ട് ഇന്യൂട്ട് പീപ്പിൾ നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലൂ. ഇഗ്ലൂസ് ആർ ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്. ധ്രുവ പ്രദേശങ്ങളാണ് ഇത് കൂടുതലായിട്ടും ഉള്ളത്. നെക്സ്റ്റ് 3D പ്രിന്റഡ് ഹൗസസ്. ദിസ് ഹൗസ് ഇസ് മോഡേൺ, എക്കോ ഫ്രണ്ട്ലി, ക്വിക്ക് ബിൽഡിംഗ് ഹൗസ്. 3D പ്രിന്റഡ് ഹൗസസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോഡേൺ ടെക്നോളജിയാണ്. പെട്ടെന്ന് തന്നെ നിർമ്മിച്ചെടുക്കാവുന്ന വീടുകളാണ്. എക്കോ ഫ്രണ്ട്ലി ആണ്. ദീസ് ഹൗസസ് ആർ സേവിംഗ് ടൈം, മെറ്റീരിയൽസ്, ലേബർ ആൻഡ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം, അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ പാട്, ലേബർ, തൊഴിലാളികൾ കൂടുതൽ വേണം, അതുപോലെ തന്നെ തൊഴിൽ ചിലവ് കൂടുതലാവും. ഇത്രയൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് 3D പ്രിന്റഡ് ഹൗസസുകൾ നിർമ്മിച്ചെടുക്കാം. ഹൗസ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് കൺസിഡറിങ്. ഒരു വീട് വെക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ: ക്ലൈമറ്റ് ഓഫ് ഈച്ച് റീജിയൻ, കാലാവസ്ഥ, അതുപോലെ തന്നെ പെക്യുലാരിറ്റി ഓഫ് ദ ലൊക്കേഷൻ, ആ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, നിർമ്മിക്കുന്ന വസ്തുക്കളുടെ ലഭ്യത, അതുപോലെ തന്നെ സെക്യൂരിറ്റി, സുരക്ഷിതത്വം, നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം. ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു വീട് വെക്കുന്നത്. അടുത്തത് ഒത്തൊരുമിച്ച് ചെയ്യാം എന്നുള്ളതാണ്. ജോലികൾ, ഒരു വീട്ടിലെ ജോലികൾ വീട്ടിലെ എല്ലാവരും തുല്യമായിട്ട് ചെയ്യുമ്പോഴാണ് ഒരു സമത്വം അവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ പലതരം ജോബുകളുണ്ട്. അയണിങ് ക്ലോത്ത്, സോർട്ടിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ്, വൈപ്പിംഗ് ഫ്ലോർ, ക്ലീനിങ് ദ ബാത്റൂം, റീചാർജിങ് ദ മൊബൈൽ ഫോൺ, പർച്ചേസിംഗ് തിങ്സ്, കുക്കിംഗ്, റീഫില്ലിംഗ് ദ കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ, പേയിങ് ദ ഇലക്ട്രിസിറ്റി ബിൽ, വാഷിംഗ് ദ ഡിഷസ്. അപ്പോൾ അച്ഛനും അമ്മയും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണുള്ളത്. ഇതിൽ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ജോലികൾ അത് കറക്റ്റായിട്ട് വരച്ചു ചേർക്കാനായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അത് കൃത്യമായി ചെയ്യാം. ഹൗസ് ഹോൾഡ് കോഴ്സ് ഷുഡ് ബി ഡൺ കളക്റ്റീവ്ലി. എല്ലാവരും വീട്ടിലെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കണം. വാട്ട് ആർ ദി മേജർ ബെനിഫിറ്റ്സ് ഓഫ് ജോബ് ഷെയറിംഗ്. ജോലികൾ പങ്കുവെക്കുന്ന കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ദ ജോബ് ക്യാൻ ബി ഡൺ വെരി ക്വിക്ക്ലി. ജോലി പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. റെഡ്യൂസ് വർക്ക് ലോഡ്. ഒരാൾക്ക് തന്നെ അത് അമിത ഭാരമായിട്ട് അനുഭവപ്പെടില്ല. ദ ബോഡീസ് എനർജി ലോസ് ഈസ് ലോ. ശരീരത്തിന്റെ ആരോഗ്യം ഒരുപാട് ലോസ് ആവാതെ നോക്കുന്നു. ടൈം സേവിങ്, സംരക്ഷണം, സമയത്തിന്റെ സംരക്ഷണം. അതുപോലെ തന്നെ ലേണിംഗ് ടു ഡു ഓൾ വർക്ക്. എല്ലാവരും എല്ലാ ജോലികളും ചെയ്യാനും പഠിക്കും. വീട്ടിലെല്ലാവർക്കും തുല്യമായ ഉത്തരവാദിത്തമാണ് ഉള്ളത്. അതുപോലെ തന്നെ ജോലികൾ പങ്കുവയ്ക്കുക. അപ്പോൾ ജോലി വേഗം തീർക്കാൻ പറ്റും. ആർക്കും ജോലിഭാരം ഉണ്ടാവില്ല. ഒരാൾ തന്നെ അധ്വാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും അങ്ങനെയുള്ള വീട്ടിൽ ഉണ്ടാവില്ല. സമയം നഷ്ടമാകാതിരിക്കും. എല്ലാ ജോലികളും ചെയ്യാനുള്ള ഒരു പരിശീലനവും എല്ലാവർക്കും ലഭിക്കും. The household chores should be done with the cooperation of all the family members. There is no such thing as father's job and mother's job. അമ്മ ചെയ്യേണ്ട ജോലികൾ ഇത്, അച്ഛൻ ചെയ്യേണ്ട ജോലികൾ ഇത്, അങ്ങനെയൊന്നുമില്ല. When family members work together, all tasks can be completed with joy and enthusiasm. എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ആ ജോലികൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടേതായ സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. നെക്സ്റ്റ്, പൊതുസ്ഥാപനങ്ങൾ. പൂർണ്ണമായോ ഭാഗികമായോ സർക്കാർ ഉടമസ്ഥതയിലുള്ളതും ജനങ്ങൾക്ക് സേവനം നൽകുന്നതുമായ സ്ഥാപനങ്ങളാണ് പൊതുസ്ഥാപനങ്ങൾ. അതായത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Institutions which are either fully or partly owned by the government, providing various services to people are public institutions. പൊതുസ്ഥാപനങ്ങൾക്ക് എക്സാമ്പിൾ സ്കൂൾ, ബാങ്ക്, പോലീസ് സ്റ്റേഷൻ, ആശുപത്രി, വില്ലേജ് ഓഫീസ്, അംഗൻവാടി, പോസ്റ്റ് ഓഫീസ്, ഗ്രന്ഥശാല, അതുപോലെ തന്നെ കൃഷി ഓഫീസുകൾ, അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. Which services do we get from these institutions? ഈ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന
സേവനങ്ങൾ. പോലീസ് സ്റ്റേഷൻ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ, പ്രൊവൈഡിംഗ് പ്രൊട്ടക്ഷൻ ഫോർ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നിയമം കാത്തു സൂക്ഷിക്കുന്നു, ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുന്നു. വില്ലേജ് ഓഫീസ് പ്രൊവൈഡിംഗ് നെസസറി ഡോക്യുമെന്റ്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കീപ്പിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ലാൻഡ് ആൻഡ് അസറ്റ്സ്, ഭൂമി വിനിയോഗ സംബന്ധമായ രേഖകൾ, അതുപോലെ സ്വത്ത് സംബന്ധമായ രേഖകളൊക്കെയും ഇവിടെ സൂക്ഷിക്കുന്നു, അതിന്റെ രേഖകൾ സൂക്ഷിക്കുന്നു. സ്കൂൾസ് പ്രൊട്ടക്ടിംഗ് പബ്ലിക് എഡ്യൂക്കേഷൻ, പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നു. പ്രൊവൈഡിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ, എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നു. ഹോസ്പിറ്റൽസ് ട്രീറ്റിംഗ് പേഷ്യൻസ്, വാക്സിനേഷൻസ് ആർ ഗിവൺ. അംഗൻവാടീസ് providing education to children aged 3 to 5 years, distribution of nutrition food and vaccine. Libraries, ഗ്രന്ഥശാലകൾ providing reading books, magazines and newspapers. Bank, money transactions are done. ഇനി വീടില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീടുകൾ വെച്ച് നൽകുന്നു ഗവൺമെന്റ്. അതുപോലെ തന്നെ വീടില്ലാത്തവർക്കായിട്ട് വീട് വെച്ചു കൊടുക്കുന്നു. ഈ പ്രൊജക്ടിന്റെ പേര് ലൈഫ് പ്രൊജക്ട് എന്നാണ്. അതുപോലെ തന്നെ വയോജനങ്ങൾ, പ്രായമായവർക്ക് ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടി, അവരെ സംരക്ഷിക്കാൻ വേണ്ടി സാമൂഹ്യക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പകൽ വീട് എന്ന് പറയുന്നത്. ഹൗസ് കൺസ്ട്രക്ഷൻസിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ ജോലികൾക്കും ആവശ്യമായി വരുന്ന മെറ്റീരിയൽസിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഫൗണ്ടേഷൻ വർക്ക്, വുഡ് വർക്ക്, ബിൽഡിംഗ് എ വാൾ, പ്ലാസ്റ്ററിംഗ്, അങ്ങനെ ഓരോന്നിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ പേര് അവിടെ എഴുതി ചേർക്കുക. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടി മാത്രം കൂടുണ്ടാക്കുന്ന പക്ഷികൾ, അതുപോലെ തന്നെ കൂടുണ്ടാക്കി താമസിക്കുന്നവ, മറ്റു ജീവികളുടെ കൂടുകൾ ആശ്രയിക്കുന്നവ, ഈ ജീവികളുടെ, ഈ പക്ഷികളുടെ പേര് എഴുതുക. നെക്സ്റ്റ് തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ വായിക്കൂ. അതിനുശേഷം ആ സന്ദർഭങ്ങൾ ഏത് പൊതുമേഖലാ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഏത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആശ്രയിക്കുമെന്ന് എഴുതുക. സ്കൂൾ ലേണിംഗ് ആൻഡ് പ്ലേയിങ്, റേഷൻ ഷോപ്പ് റിസീവ്ഡ് റൈസ്, വീറ്റ് ആൻഡ് കെറോസിൻ, ഹോസ്പിറ്റൽ ടെസ്റ്റിംഗ് ഐസ്, ബാങ്ക് റിസീവിംഗ് പെൻഷൻ മണി, ഹരിതകർമ്മസേന ടേക്ക് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രം ദ ഹൗസ്. അപ്പോൾ തന്നിരിക്കുന്ന സിറ്റുവേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത്. Those which live as group കൂട്ടമായിട്ട് താമസിക്കുന്ന ജീവികൾ, ഹണിബി ആൻഡ് ടെർമൈറ്റ്, പെൻഗ്വിൻ. Those which live single തനിച്ച് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവ, സ്ക്വിറൽ, പാരറ്റ്, ഡോഗ്, ക്യാറ്റ്, സ്നേക്ക്.